Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയുള്ള മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 17 ക്വസ്റ്റ്യൻ പേപ്പറോളം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നപ്പോൾ നമുക്ക് എന്താണ് 18ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 11/25 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഓക്കേ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. 11/25. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15 plus 33 divided by 11 into 12 divided by 3 minus 10 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ബോർഡ് മാസ് റൂൾ ആണ് അല്ലേ? ഇങ്ങനെ പ്ലസ് മൈനസ് എല്ലാം മിക്സ്ഡ് ആക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്താണ്? ബോർഡ് മാസ് ആണ്. ബോർഡ് മാസ്. അതിൽ എന്താണ് പറയുന്നത്? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേണം ആദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 15 plus 33 divided by 11 into ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആദ്യം ചെയ്യണം 12 divided by 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 minus 10 വരെ. നിങ്ങൾ ആദ്യമൊക്കെ ബോർഡ് മാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കണം. അല്ലാതെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ കുറച്ചെങ്കിലും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താൽ എന്താകും? വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് തെറ്റില്ലാതെ ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യം തന്നെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താൽ തെറ്റ് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എഴുതാം 12 divided by 3 എത്രയാണ്? ആൻസർ 4 ആണ്. പിന്നെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഡിവിഷൻ ആണ്. സോ 33 divided by 11 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും ആൻസർ? 3 ആണ്. into 4 minus 10. ഇവിടെ എന്ത് വരും? 3 വരും. ഇനി എന്താ ചെയ്യേണ്ടത്? 15 plus 3 into 4 minus 10. അതായത് ഇവിടെ എന്ത് വരും? 15 plus 3 into 4 എന്ന് പറയുന്നത് 12 ആണ്. minus 10 വരണം. ഓക്കെ, 15 plus 12 എന്ന് പറയുന്നത് 27 ആണ്. minus 10 എന്ന് പറയുമ്പോൾ ആൻസർ ആയിട്ട് വരേണ്ടത് 17. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36 സ്ക്വയർ ഡിവൈഡ് ബൈ 6 സ്ക്വയർ. അപ്പൊ 36 എന്ന് പറയുന്നതിനെ നമുക്ക് ഈസിലി നമുക്ക് എഴുതാനായിട്ട് പറ്റും എന്തെന്ന്? അത് 6 സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എ ഇൻറ്റു എ. അപ്പൊ 6 സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 6 സ്ക്വയർ 2 തവണ എഴുതണം. ഡിവൈഡ് ബൈ 6 സ്ക്വയർ എന്ന് വരും. ഇതും ക്യാൻസൽ ആയി പോകും. ആൻസർ ആയിട്ട് വരേണ്ടത് 6 സ്ക്വയർ ആണ്. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. അതല്ല എങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 6 സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എ പവർ എം ദി ഹോൾ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം ഇൻറ്റു എൻ ആണ്. അതായത് 2 ഇൻറ്റു 2 6 പവർ 4 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? 6 പവർ 4 ഡിവൈഡ് ബൈ 6 സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് അടുത്തൊരു ഐഡന്റിറ്റി ആണ്. എ പവർ എം ഡിവൈഡഡ് ബൈ എ പവർ എൻ എന്ന് പറഞ്ഞാൽ എ പവർ എം മൈനസ് എൻ ആണ്. സോ ആൻസർ എത്ര വരും? 6 പവർ 4 മൈനസ് 2. ആൻസർ എത്രയാണ്? 6 സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കാം. റൂട്ട് ഓഫ് 0.444 എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. 0.444 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇവിടെ എന്താണ്? അല്ല, റെക്കറിംഗ് ആണ്. അതായത് 44 റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് എഴുതാൻ മതി? 4/9 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതേപോലെ 0.222 എന്നാണെങ്കിൽ ഇതിന് എന്ത് എഴുതാം? 2/9 എന്ന് എഴുതാം. ഇനി 0.3333 എക്സെട്ര ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതാം? 3/9 എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു പാറ്റേണിലാണ് എന്ത് പോകേണ്ടത്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? റൂട്ട് ഓഫ് 0.444 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? റൂട്ട് ഓഫ് 0.444നെ നമുക്ക് 4/9 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? അപ്പൊ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആണ്. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ ആൻസർ 3 ആണ് അല്ലെ? റൂട്ട് 25 ആൻസർ എത്രയാണ്? 5 ആണ്. റൂട്ട് 4 ആൻസർ എത്രയാണ്? 2 ആണ്. റൂട്ട് 9 ആൻസർ എത്രയാണ്? 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? രണ്ടിന്റെയും റൂട്ട് എടുത്ത് ആൻസർ എന്ത് എഴുതി? 2/3 എന്ന് എഴുതി. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം? 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 0.06318. ഓക്കെ, 2 വരും. അഗെയിൻ ഇവിടെ എന്താണ്? 0 ആണ്. 6 18 വരും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. സോ ആൻസർ വരേണ്ടത് 0.6666 എന്ന് അങ്ങനെ ഒരു പാറ്റേണിൽ പോകും. ഓക്കെ, അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഈ ഒരു 9ന്റെ മൾട്ടിപ്പിളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി? 2 അല്ലെ, ഇവിടെ എന്ത് വേണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പോൾ ഇവിടെ എന്ത് വരും? 6/9 എന്ന് കിട്ടി. 6/9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സംഭവം തിരിച്ചിരുന്നല്ലേ? 6/9 എന്ന് പറഞ്ഞാൽ 0.6666 ആണ് വരേണ്ടത്.
7/9 എന്ന് പറഞ്ഞാൽ 0.777 ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പെട്ടെന്ന്, അതായത് ഈ ഒരു ഐഡിയ ഇല്ലാത്തവരൊന്ന് ചുറ്റിച്ചു കളയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 0.666 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 1.5 സ്ക്വയർ ഇൻറ്റു 0.2 സ്ക്വയർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം 1.5 നമുക്ക് പറയുന്നത് ഒരു സംഖ്യയുടെ പോയിന്റ് തന്നിട്ട് ആ ഒരു സംഖ്യയുടെ സ്ക്വയർ എടുക്കുമ്പോൾ ആൻസറിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? 15ന്റെ സ്ക്വയർ നമുക്കറിയാം 225 ആണെന്ന്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണുള്ളതെങ്കിൽ അതിന്റെ സ്ക്വയർ കാണുമ്പോൾ നമുക്ക് എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണം. ഓക്കെ, സ്ക്വയർ വരുമ്പോൾ എത്രയാണ്? അതിന്റെ ഉള്ളിൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ആൻസറിൽ വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് വേണം, അതിന്റെ ഇരട്ടി വേണം. ഓക്കെ, അപ്പൊ 1.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2.25 ആണ്. ഇൻറ്റു 0.2ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ 0.2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.04. പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉണ്ട്, ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണം. 0.02ന്റെ സ്ക്വയർ ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണുള്ളത്. സോ ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് വേണം. ഇങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പൊ 0.2 സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ എത്രയാണ്? 0.04 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 225നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 900 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്രയുണ്ട്? 1, 2, 3, 4. സോ ആൻസറിലേക്ക് എന്ത് വേണം? 4 ഡിജിറ്റ് മാറണം. 1, 2, 3, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. സോ ആൻസർ വരേണ്ടത് 0.09. ലാസ്റ്റ് വരുന്ന സീറോസിന് എന്തില്ല? വാല്യൂ ഇല്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 0.09 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 52 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ്, 52 കിലോമീറ്റർ പെർ അവർ. അതായത് ഒരു മണിക്കൂറിൽ ആ ബസ് എന്താണ്? 52 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 6 മണിക്കൂർ കൊണ്ട് എത്രയായിരിക്കും? 6 × 52 ചെയ്താൽ മതി, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അല്ലെ? അപ്പൊ എന്ത് വരും? 52 × 6, 6 2 12, 2 ശിഷ്ടം 1 വരും. 6 5 30, 30 1 എത്രയാണ്? 31. സോ ആൻസർ എത്ര വരും? 312 കിലോമീറ്റർ ആണ് ആ ബസ് 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 0 1 1 2 3 5 8 നമ്മുടെ സീരീസ് കാണുന്നവർക്കാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാവും അല്ലെ? ഫിബൊനാച്ചി സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇത് രണ്ടും കൂടി കൂട്ടി ഇവിടെ എഴുതി, ഇത് രണ്ടും കൂടി കൂട്ടി ഇവിടെ എഴുതി. 2 + 1 3, 3 + 2 5, 5 + 3 8, 8 + 5 13. സോ നെക്സ്റ്റ് സംഖ്യ എന്താണ്? 13 ആണ് നെക്സ്റ്റ് സംഖ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? നമുക്ക് രണ്ട് തരത്തിൽ നമ്മൾ ചെയ്യാം. അതായത് 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി എന്ന് പറയുമ്പോൾ 100% ഈ പറയുന്ന 1200. 12% ലാഭം എന്ന് പറയുമ്പോൾ 12% കൂട്ടണം. അപ്പൊ 112% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടെണ്ണം ഉള്ളതിനെ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഒരെണ്ണം ഉള്ളതിനെ ഹരിക്കണം അല്ലെ? 0 0 വെട്ടിപ്പോകും. 112 × 12 എന്ന് പറയുമ്പോൾ എത്ര വരും? 112 × 12. 2 × 2 4, 1 2 2, ഇവിടെയും 2 വരും. ഇനി അടുത്ത എത്രയാണ്? 2 1 1 എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 4 3 1. 1344 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയാൾക്ക് അതിന്റെ എന്ത് കിട്ടും? 12% ലാഭം കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പറയുന്ന 1200ന്റെ 12% കണ്ടുപിടിച്ചാൽ മതി. കട്ടായി പോകും. എത്ര വരും? 144 രൂപയാണ് 1200ന്റെ 12%. 1200നോട് ഈ പറയുന്ന 144 കൂട്ടിയാൽ മതി 1344 രൂപ. അങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
നെക്സ്റ്റ് നോക്കാം. 2 1/2 മൈനസ് 1/8 മൈനസ് 1/16 ആൻസർ എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നമാണ്. നമ്മൾ അതിനെ നോർമലിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 2 1/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 + 1 ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് കൂട്ടുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 5/2 എന്ന് വരും. ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. എക്സാം ഹാളിൽ നിങ്ങൾ ഡയറക്റ്റ് നോക്കണം. 2 × 2 4, 4 + 1 5, 5/2 എന്ന് എഴുതാൻ പറ്റണം. മൈനസ് 1/8 മൈനസ് 1/16. ഇതെല്ലാം നമുക്ക് ഏറ്റവും വലിയ നമ്പറായ 16ലേക്ക് എത്തിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? സോ ഇവിടെ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഗുണിക്കണം. മുകളിലും താഴെ 8 കൊണ്ട് ഗുണിച്ചാൽ അത് എന്തായിട്ട് മാറി? 8 5 40/16 എന്ന് വരും. ഇവിടെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എന്ത് വരും? മൈനസ് 2/16 എന്ന് വരും. മൈനസ് 1/16. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഒരു തവണ എഴുതിയാൽ മതി. 40ൽ നിന്ന് 2 കുറച്ചാൽ 38 വരും അല്ലെ? 38ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 37. ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 37/16 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി 11 വയസ്സ്. 35 കുട്ടികളുടെ ശരാശരി വയസ്സ്. തുക എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? തുക എന്ന് പറയുന്നത് എണ്ണം ഇൻറ്റു ശരാശരിയാണ്. ഓക്കെ, എണ്ണം എന്ന് പറയുന്നത് 35 കുട്ടികളുടെ ശരാശരി വയസ്സെന്ന് പറയുന്നത് എത്ര കിട്ടും? 35 × 11 ചെയ്താൽ മതി. എത്ര വരും? 385 ആണ് തുക എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ടീച്ചറെയും കൂടി കൂട്ടി. അപ്പൊ എണ്ണം എന്തായി? ഒരാൾ കൂടി. 35 മാറി 36 ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണം. ചിലപ്പോൾ പറയുന്നത് ഒരാൾ മാറി, അല്ലെങ്കിൽ ഒരാൾക്ക് പകരം, എങ്ങനെയൊക്കെ പറയും. പകരമാണെങ്കിൽ എന്താണ്? അവിടെ എണ്ണത്തിന് വ്യത്യാസം വരുന്നില്ല. ഇവിടെ ടീച്ചറെയും കൂടി അവിടെ ആഡ് ചെയ്യുകയാണ്. സോ അവിടെ എന്ത് ചെയ്തു? എണ്ണത്തിന് വ്യത്യാസമുണ്ട്. 36 × 12 ചെയ്ത് നോക്കാം നമുക്ക്. എത്ര കിട്ടും? 420 കിട്ടും. 36 × 12 ചെയ്താൽ പറയുന്ന 420ൽ നിന്ന് ഈ പറയുന്ന 385 കുറച്ചാൽ മതി ടീച്ചറുടെ വയസ്സ് കിട്ടാനായിട്ട്. 420 അല്ല, 36 × 12 എന്ന് പറയുന്നത് 432 ആണ്. 432 ആണ്. ഓക്കെ, അപ്പൊ 432ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഈ പറയുന്ന 385 മൈനസ് ചെയ്യണം. 12ൽ നിന്ന് 5 കുറച്ചാൽ 7 വരും. ഇവിടെ എത്രയാണ്? 2. 12 12ൽ നിന്ന് 8 കുറച്ചാൽ 4 വരും. 47 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി. 432 മൈനസ് 385 ചെയ്താൽ ആൻസർ കിട്ടും 47 എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു LCM കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 3 5 7 9. ഇത്രയുമാണ് നമ്മുടെ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. അതിന്റെ LCM കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് 3ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ 3 എടുക്കുക. ഇവിടെ ഒരു തവണ, ഇവിടെ എന്താണ്? 1, ഇവിടെ 5, ഇവിടെ 7, ഇവിടെ എത്രയാണ്? 9ൽ എത്ര തവണയുണ്ട്? 3 തവണ. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പൊ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 × 5 × 7 × 3 ആയിരിക്കും. 3 × 3 9, 9 × 5 എന്ന് പറയുന്നത് 45 ആണ്. 45 × 7 എന്ന് പറയുമ്പോൾ 7 5 35, ശിഷ്ടം 3 വരും. 7 4 28, 28 + 3 എന്ന് പറയുന്നത് 31, 315 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. കേരളയുടെ കോഡ് JFQBKB ആയാൽ ഒഡീഷയുടെ കോഡ് എത്ര? അപ്പൊ നമുക്ക് മനസ്സിലായി. കേരളക്ക് അവരൊരു കോഡ് തന്നിട്ടുണ്ട്. എന്താണ്? JFQBKP. നോക്കാം നമുക്ക് എന്താണിതെന്ന്. നമുക്കറിയാം ജെ കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണ് കെ അല്ലേ? അപ്പൊ കെക്ക് തൊട്ട് മുന്നേയുള്ള നമ്പറാണ്. 1 കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണല്ലോ. ഇയിൽ നിന്ന് 1 കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ക്യൂവ് അല്ലെ? 6ന് തൊട്ട് മുമ്പുള്ള നമ്പറാണ്. 1 കുറച്ചെഴുതി. ഇവിടെ എന്ത് എഴുതി? 1 കൂട്ടി എഴുതി. ഇവിടെ 1 കുറച്ചെഴുതി. ഇവിടെ 1 കൂട്ടി എഴുതി. ഓൾട്ടർനേറ്റീവ് ആയിട്ട് 1 കുറച്ച് 1 കൂട്ടി 1 കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒഡീഷ വേണം. ഒഡീഷ എന്താ ചെയ്യേണ്ടത്? ആദ്യം 1 കുറച്ചെഴുതണം. എന്ത് വരും? n വരും. അപ്പൊ n ആണ് ആദ്യം ഒന്ന് മനസ്സിലായി. സോ ഇത് രണ്ടും അങ്ങ് വെട്ടിക്കോ. ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? NEHT വരെയും കോമൺ ആണ്. ലാസ്റ്റത്തെ ഇസഡും I ആണോ നോക്കുക, അല്ലെങ്കിൽ GB ആണോ നോക്കുക. അത്രയും നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഫുള്ള് നോക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇവിടെ എന്ത് എഴുതി? 1 കുറച്ചു, ഇവിടെ 1 കൂട്ടി, ഇവിടെ 1 കുറയ്ക്കണം, ഇവിടെ 1 കൂട്ടണം,
ഇവിടെ ഒന്ന് കുറക്കണം, ഇവിടെ ഒന്ന് കൂട്ടുവാണ് വേണ്ടത്. എയിനോട് ഒന്ന് കൂട്ടുമ്പോൾ ബി ലാസ്റ്റ് വന്ന് ഏതാണ്? ഓപ്ഷൻ എ. അല്ലാതെ ഇവിടെ ഇരുന്ന് എല്ലാം ഓരോന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. NEHT വരെയും ഇവിടെ കോമൺ ആണ്. സോ നെക്സ്റ്റ് ഉള്ള നമ്പർ I ആണോ G ആണോ അല്ലെങ്കിൽ ലാസ്റ്റ് B ആണോ Z ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് 20 ആണ്. അപ്പൊ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. അനുവിന്റെ റാങ്ക് എന്ന് പറയുന്നത് 20ാമതാണ് അനു നിൽക്കുന്നത്. അവസാന റാങ്കിൽ നിന്ന് അനുവിന്റെ സ്ഥാനം പുറകിൽ നിന്ന് എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. മൊത്തം എത്ര പിള്ളേരുണ്ട്? 50 കുട്ടികളുണ്ട്. ഇവിടം വരെ 20 ആണെങ്കിൽ ബാക്കി എത്ര പേരുണ്ട്? 30 പേരുണ്ട്. പക്ഷെ അനുവിന്റെ സ്ഥാനം ചോദിച്ചാൽ അനു കഴിഞ്ഞിട്ടാണ് 30 പേര്. സോ അനുവിനെയും കൂടി ഉൾപ്പെടുത്തി എത്രയായിരിക്കും അനുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത്? 31 ആയിരിക്കും. അവിടെ തെറ്റിപ്പോരുത്. ഈ 31, 30 ഇതിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ തെറ്റിപ്പോകുന്നത്. അപ്പൊ എന്താണ് ആൻസർ? 31 ആണ്. അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1 ആണ്. ഇവിടെ ടോട്ടൽ തന്നിട്ടുണ്ട് 50 ആണെന്ന്. ലെഫ്റ്റിൽ 20 ആണെങ്കിൽ റൈറ്റിൽ നിന്ന് എത്രയെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ 50 മൈനസ് 19 റൈറ്റ് എന്ന് വരും. 31 ആണ് റൈറ്റിൽ നിന്നുള്ള റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5:126:9 എത്രയെന്ന് വെച്ചിരിക്കുന്നത് നമുക്കറിയാം 5. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഇത് 5ന്റെ ക്യൂബിനോട് അടുത്തൊരു നമ്പർ ആണ്. 5ന്റെ ക്യൂബ് 125 ആണ്. അതിനോട് ഒന്ന് കൂട്ടിയാണ് ഈ പറയുന്ന 126 എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 ആണ്. ഇവിടെ 9ന്റെ ക്യൂബിനോട് ഒന്ന് കൂട്ടണം. 9ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 729 ആണ്. അതിനോട് ഒന്ന് കൂട്ടുമ്പോൾ 730 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 146, 156, 176, 196. ഇത് ശരിക്കും പറഞ്ഞത് പല പല ലോജിക്കുകൾ വരും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈക്വൽ ടു ഇൻറ്റു ആണ്. പ്ലസ് എന്ന് കാണുന്നിടത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. അപ്പൊ ഇവിടെ എന്ത് വന്നു? 5 + 6 ÷ 6 -2 × 10 ഇതാണ് തന്നിരിക്കുന്നത്. പ്ലസ് ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യണം? ഇൻറ്റു ഇട്ട് കൊടുക്കണം. ഡിവിഷൻ ഉള്ളിടത്ത് എന്തിട്ട് കൊടുക്കണം? പ്ലസ് ഇട്ട് കൊടുക്കണം. മൈനസ് ഉള്ളിടത്ത് എന്തിട്ട് കൊടുക്കണം? മൈനസ് ആണെങ്കിൽ ഡിവിഷൻ ഇട്ട് കൊടുക്കണം. ഇൻറ്റു ഉള്ളിടത്ത് എന്ത് കൊടുക്കണം? -10. ഇതാണ് നമ്മുടെ പുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ബോർഡ് മാസ് അപ്ലൈ ചെയ്യണം. ഇവിടെ എന്താണ്? 5 × 6 30 വരും. പ്ലസ് ഇവിടെ എന്താണ്? ഡിവിഷൻ അപ്ലൈ ചെയ്യണം. 6 ÷ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. -10 വരും. ഓക്കെ, ഇനി എന്താണ് ഇവിടെ വരേണ്ടത്? 33 - 10 എന്ന് വരും. 33 - 10 എന്ന് വരും. ആൻസർ എത്ര കിട്ടും? 23. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 2/3 + x എന്ന് പറയുന്നത് 5/6 ആയാൽ x ന്റെ വില എത്ര? നമുക്ക് x നെ ഇവിടെ നിർത്താം. ഇവിടെ ഒരു 5/6 ഉണ്ട്. ഈ 2/3 എന്ത് ചെയ്യുക? നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. പ്ലസ് ആയത് ഇപ്പുറം വരുമ്പോൾ മൈനസ് ആകും. ഇനി ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു അല്ലെ. 3 2 6 കിട്ടി. ഇവിടെ എന്ത് കിട്ടി? 5/6 - 4/6 എന്ന് കിട്ടും. 5ൽ നിന്ന് 4 കുറച്ചാൽ 1. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരു തവണ എഴുതിയാൽ മതി. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി 1/6 ആണ്. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. അപ്പൊ നമുക്ക് ആദ്യം എന്തറിയണം? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതാണ് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറക്കം. പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 മീറ്റർ അയാൾ കിഴക്കോട്ട് നടന്നു. ഓക്കെ, നേർരേഖയിൽ ലംബമായി, ലംബം എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി തിരിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു? 12 മീറ്റർ വടക്കോട്ട് നടന്നു. ഇനി അയാൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം, ഇതിനെയാണ് നമ്മൾ പൈതഗോറസ് തിയറം, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്? വലിയ വശം ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയും. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. മട്ടത്രികോണത്തിന്റെ കർണം കണ്ടുപിടിക്കാൻ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ചെയ്താൽ മതി. അതായത് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ചെയ്യുക. റൂട്ട് ഓഫ് 25 പ്ലസ് 144 എന്ന് വരും. റൂട്ട് 169 എന്ന് വരും. 169 എന്ന് പറയുന്നത് 13ന്റെ റൂട്ടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 5 12 13 അതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. പഠിച്ചു വെക്കുക. പൈതഗോറിയൻ ട്രിപ്ലറ്റ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്.
പുസ്തകങ്ങൾ ലൈബ്രറി ആണെങ്കിൽ സിനിമ, പുസ്തകങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നത് ലൈബ്രറിയാണ് അല്ലെ. പുസ്തകങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ പോകും? ലൈബ്രറി പോകും. അതേപോലെ സിനിമ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? തിയേറ്ററിൽ പോകണം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. എയുടെ അമ്മയാണ് ബി. ഓക്കെ, എയുടെ അമ്മയാണ് ബി എന്ന് പറയുന്നത്. ഇതാണ് മദർ. ബിയുടെ അമ്മയാണ് സി. ഓക്കെ, സി എന്ന് പറയുന്നത് ബിയുടെ അമ്മയാണ്. സിയുടെ മകനാണ് ഡി. സിയുടെ മകനാണ് ഡി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? സിയുടെ രണ്ട് മക്കളാണ്, ഒന്ന് ബിയും ഒന്ന് ഡിയും. ഇത് ബിയുടെ മകൻ എ എന്ന് പറയുന്നത്. എങ്കിൽ എയുടെ ആരാണ് ഡി? ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മയുടെ ആങ്ങള. അമ്മയുടെ ആങ്ങള എന്ന് പറയുമ്പോൾ ആരായിരിക്കും അവിടെ? അമ്മാവനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വിനുവിനേക്കാൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിനുവിന്റെ വയസ്സ് നമ്മൾ എന്താക്കി കൊടുത്തു? എക്സ് ആക്കി കൊടുത്തു. മനുവിന്റെ വയസ്സ് എന്താക്കി കൊടുത്തു? എന്താ പറഞ്ഞിരിക്കുന്നത്? മനുവിന് വിനുവിന്റെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ്. അടുത്ത വർഷം, തൊട്ടടുത്ത വർഷം എന്തായിട്ട് മാറും? വിനുവിന്റെ വയസ്സ് എന്ന് പറയുന്നത് x+1 ആണ്. 5 ആണെങ്കിൽ 6 വയസ്സാകുമല്ലോ. ഇവിടെ എന്താ? മനുവിന്റെ വയസ്സ് x+11 ആകും. അതെന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? അടുത്ത വർഷം മനുവിന്റെ പ്രായം എന്ന് പറയുന്നത് വിനുവിന്റെ പ്രായം x+1 അല്ലേ, അതിന്റെ 2 മടങ്ങായിരിക്കുമെന്ന്. സോ x+11 എന്ന് പറയുന്നത് 2x+2 വരും. ഇവിടെ എന്താ വരേണ്ടത്? 2x - x എന്ന് പറയുന്നത് 11 - 2. 2x-ൽ നിന്ന് x കുറച്ചാൽ x കിട്ടും. 11 - 2 എന്ന് പറഞ്ഞാൽ 9 ആണ്. ബിനുവിന്റെ പ്രായം 9 ആണെങ്കിൽ മനുവിന്റെ പ്രായം 19. ഓക്കെ അല്ലേ? തൊട്ടടുത്ത വർഷം 10ഉം 20ഉം കണ്ട ഇരട്ടിയാണ്. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ആരുടെ വയസ്സാ ചോദിച്ചിരിക്കുന്നത്? ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ്? 19. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മാത്സിന്റെ ആ ഒരു 20 ക്വസ്റ്റ്യൻ വലിയ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല ഇത്. 10th പ്രിലിംസിന്റെ 3rd സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.